ഹൃദയ സാരംഗിയായി തീനാളമായി ഹൃദയ സാരംഗിയായി പാലാഴിയലയിട്ട അമൃത സംഗീതമായി ശുഭകിരണ പൊൻകലശ പ്രതിഫലന കിരണമായി തീനാളമായി ഹൃദയ സാരംഗിയായി അണിയൊരുങ്ങിയിടുന്നു സപ്ത സൈന്യം ആളിപ്പടരുന്ന തീജ്വാല പോലെ ഈ ആത്മാവിൽ നിന്നൊരു ശംഖനാദം ആളിപ്പടരുന്ന തീജ്വാല പോലെ ഈ ആത്മാവിൽ നിന്നൊരു ശംഖനാദം ഇനിയുമുണ്ടൊരുപാടു നന്മകൾ ചെയ്യുവാൻ പോരുവിൻ സപ്തതൻ സോദരരെ ഇനിയുമുണ്ടൊരുപാടു നന്മകൾ ചെയ്യുവാൻ പോരുവിൻ സപ്തതൻ സോദരരെ തീനാളമായി ഹൃദയ സാരംഗിയായി തീനാളമായി ഹൃദയ സാരംഗിയായി അണിയൊരുങ്ങിയിടുന്നു സപ്ത സൈന്യം അണിയൊരുങ്ങിയിടുന്നു സപ്ത സൈന്യം സൈനികരാണു നാം അമ്മയ്ക്കു ചുറ്റിലും അമ്മയ്ക്കു കാവലായി കൂടെയുണ്ട് സൈനികരാണു നാം അമ്മയ്ക്കു ചുറ്റിലും അമ്മയ്ക്കു കാവലായി കൂടെയുണ്ട് കേടൊരുതൊരാത്മാവും ഒരു രാത്രി പോലും വിശപ്പടങ്ങാതെ ഉറങ്ങരുത് കേടൊരുതൊരാത്മാവും ഒരു രാത്രി പോലും വിശപ്പടങ്ങാതെ ഉറങ്ങരുത് അനുവദിക്കില്ലെൻ്റെ ഒരു കുഞ്ഞനുജനും നാം കൂടെയുണ്ടെങ്കിൽ കാലിടറാൻ അനുവദിക്കില്ലെൻ്റെ ഒരു കുഞ്ഞനുജനും നാം കൂടെയുണ്ടെങ്കിൽ കാലിടറാൻ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നെങ്കിലും സത്യമായി മാറിയതു സപ്തസൗധം കണ്ടതെല്ലാം സ്വപ്നമായിരുന്നെങ്കിലും സത്യമായി മാറിയതു സപ്തസൗധം തീനാളമായി ഹൃദയ സാരംഗിയായി അണിയൊരുങ്ങിയിടുന്നു സപ്ത സൈന്യം അണിയൊരുങ്ങിയിടുന്നു സപ്ത സൈന്യം ഇനി എൻ്റെ മണ്ണിൻ്റെ വെയിലിലും മഴയിലും തണലായി മാറുമെൻ സപ്തസ്നേഹം ഇനി എൻ്റെ മണ്ണിൻ്റെ വെയിലിലും മഴയിലും തണലായി മാറുമെൻ സപ്തസ്നേഹം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ ഭാരത മണ്ണിൽ പിറന്നിടട്ടെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ ഭാരത മണ്ണിൽ പിറന്നിടട്ടെ പുഷ്പാരവങ്ങളും താലപ്പൊലികളും ഒന്നുമേ വേണ്ട ഈ കർമ്മഭൂവിൽ പുഷ്പാരവങ്ങളും താലപ്പൊലികളും ഒന്നുമേ വേണ്ട ഈ കർമ്മഭൂവിൽ അമ്മയാം ഭാരത ദേവിതൻ പാതാരവിന്ദേ നമിച്ചിടാമെന്നുമെന്നും അമ്മയാം ഭാരത ദേവിതൻ പാതാരവിന്ദേ നമിച്ചിടാമെന്നുമെന്നും ഒരു വേള എൻ ഹൃദയ താളം നിനക്കിലും വെടിയില്ല ഞാൻ ഈ വഴിത്താരയെ ഒരു വേള എൻ ഹൃദയ താളം നിനക്കിലും വെടിയില്ല ഞാൻ ഈ വഴിത്താരയെ തീനാളമായി ഹൃദയ സാരംഗിയായി തീനാളമായി ഹൃദയ സാരംഗിയായി പാലാഴിയലയിട്ട അമൃത സംഗീതമായി ശുഭകിരണ പൊൻകലശ പ്രതിഫലന കിരണമായി തീനാളമായി ഹൃദയ സാരംഗിയായി അണിയൊരുങ്ങിയിടുന്നു
സപ്തസൈന്യം ആളിപ്പടരുന്ന തീജ്വാല പോലെ ഈ ആത്മാവിൽ നിന്നൊരു ശംഖനാദം. ആളിപ്പടരുന്ന തീജ്വാല പോലെ ഈ ആത്മാവിൽ നിന്നൊരു ശംഖനാദം. ഇനിയുമുണ്ടൊരുപാടു നന്മകൾ ചെയ്യുവാൻ പോരുവിൻ സപ്തതൻ സോദരരെ. ഇനിയുമുണ്ടൊരുപാടു നന്മകൾ ചെയ്യുവാൻ പോരുവിൻ സപ്തതൻ സോദരരെ. തീനാളമായി ഹൃദയ സാരംഗിയായി, തീനാളമായി ഹൃദയ സാരംഗിയായി അണിയൊരുങ്ങിയിടുന്നു സപ്തസൈന്യം, അണിയൊരുങ്ങിയിടുന്നു സപ്തസൈന്യം. സപ്ത സോഷ്യൽ അസോസിയേറ്റീവ് പേഴ്സൺസ് ഓഫ് ട്രിവിയൻ ആർമി 2019 സെപ്റ്റംബർ 7 തീയതി ഇതുപോലൊരു ശനിയാഴ്ചയാണ് ഈ മഹത്തായ സംഘടന നിലവിൽ വന്നത്. ഒരു വാട്സാപ്പ് കൂട്ടായ്മയിൽ അംഗമായിരുന്ന ഒരു സംഘം സൈനികർ ചേർന്ന് ഒരു സംഘടന എന്ന നിലയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സപ്ത എന്ന പേരും സംഘടനയുടെ ചട്ടക്കൂടും നിലവിൽ വന്നു. രാജ്യസേവനത്തിനോടൊപ്പം സാമൂഹ്യ സേവനവും എന്ന ആശയത്തിൽ അധിഷ്ഠിതമായാണ് സംഘടന പ്രവർത്തിക്കുന്നത്. സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ആകർഷകരായി 500-ലധികം തന്നെ സൈനികർ ഇപ്പോൾ സപ്തയിൽ അംഗങ്ങളാണ്. കഴിഞ്ഞ 4 വർഷങ്ങളിലായി ഏകദേശം 25 ലക്ഷത്തിലധികം രൂപ സാമൂഹ്യ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സപ്ത ചിലവാക്കി കഴിഞ്ഞു. അംഗങ്ങളുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമായി സപ്തയ്ക്ക് ഇന്നൊരു ഓഫീസ് കെട്ടിടം സ്വന്തമായിരിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത് ഞങ്ങളെ ധന്യരാക്കാനെത്തിയ എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പ്രിയപ്പെട്ട അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ചടങ്ങിന് ഔദ്യോഗികമായി തുടക്കമാവുന്നതിന് മുൻപ് ഈശ്വര പ്രാർത്ഥന. ഈശ്വരാ നിൻ ശ്രീപാദം കൈവണങ്ങിടാം, രാജരാജ നിൻമുഖം തെളിഞ്ഞു കാണണം. ഈശ്വരാ നിൻ ശ്രീപാദം കൈവണങ്ങിടാം, രാജരാജ നിൻമുഖം തെളിഞ്ഞു കാണണം. നിൻ പ്രകാശരശ്മികൾ തഴുകി എൻ്റെ കണ്ണുകൾ, നിൻ പദത്തിൽ എൻ്റെ കൊച്ചു പ്രാർത്ഥനാ സ്വരങ്ങളാ. അഭയമാകണം ദേവസദയമേകണം, ദേവവല്ലരി തളിർത്തു പൊന്നനുഗ്രഹം. അഭയമാകണം ദേവസദയമേകണം, ദേവവല്ലരി തളിർത്തു പൊന്നനുഗ്രഹം. നിന്റെ ജീവനിലും എൻകിനാക്കളാകണം, നിന്റെ മാനസം കുളിരണിഞ്ഞു കാണണം, നിന്റെ മാനസം കുളിരണിഞ്ഞു കാണണം. ആലപിച്ച വർഷ നമ്മുടെ അംഗമായ ശ്രീ രാജേന്ദ്ര സാറിന്റെ മകളാണ്. വിശിഷ്ട വ്യക്തികൾക്ക് ഔദ്യോഗികമായി സ്വാഗതം പറയാൻ സപ്തയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ അരുണിനെ ക്ഷണിക്കുകയാണ്. വ്യക്തിയുമായ ബ്രിഗേഡിയർ ആനന്ദ് കുമാർ സാർ,
ഗ്രൂപ്പ് കമാൻഡർ NCC സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടർ തിരുവനന്തപുരം അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി നമുക്ക് ഏവർക്കും സുപരിചിതനും ബഹുമാനീയനുമായ നമ്മുടെ വട്ടിയൂർക്കാവ് MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് സാറിനെ സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി കേണൽ ജയശങ്കർ ചൗധരി സാബ് CO 2 കേരള NCC ബറ്റാലിയൻ അദ്ദേഹത്തെ സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി മേജർ ആനന്ദ് സാബ് 2 കേരള NCC ബറ്റാലിയൻ അദ്ദേഹത്തിന് ഹാർദവമായി സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ വാർഡ് കൗൺസിലറും എല്ലാവർക്കും സുപരിചിതമായ പത്മലേഖ മേഡത്തെ സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ കുഞ്ഞ് സഹോദരി സൂപ്പർ സിംഗർ ഫ്ലവേഴ്സ് TV സർഗ P നായർ മകൾക്ക് സ്വാഗതം അർപ്പിക്കുന്നു. ഒന്ന് രണ്ട് വിശിഷ്ട വ്യക്തികളിലൂടെ എത്തിച്ചേരാനുണ്ട്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഹനീയ സാന്നിധ്യം ശ്രീ പ്രമീള L, സുപ്രസിദ്ധ പിന്നണി ഗായിക, ജോയിന്റ് സെക്രട്ടറി ഫ്രം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്. മാഡത്തിനും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഇന്നിവിടെ സന്നിഹിതരായ സപ്തയുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എന്റെ വ്യക്തിപരമായ പേരിലും സപ്തയുടെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. നന്ദി. കാത്തിരുന്ന ഉദ്ഘാടന ചടങ്ങാണ്. നമ്മുടെ MLA സാറിന് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നതുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് മുമ്പേ നമ്മൾ ഈ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയാക്കുകയാണ്. ഏതൊരു സംഘടനയുടെയും നെടുംതൂൺ എന്ന് പറയുന്നത് ആ സംഘടനയുടെ ഭരണസമിതിയാണ്. നിലവിലുള്ള ഭരണസമിതിയുടെ പ്രസിഡന്റ് ശ്രീ ജയകുമാർ SK ആണ് നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ, ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷൻ. തന്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഏത് പാതിരാത്രിയിലും അംഗങ്ങളുടെ ഏതൊരാവശ്യത്തിനും ഓടിയെത്തുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രസിഡന്റ് ശ്രീ ജയകുമാർ. നെയ്യാറ്റിങ്കര സ്വദേശി അദ്ദേഹം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരനാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി ജയകുമാർ SK സാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന NCC ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ആനന്ദ് കുമാർ സാബ്, നമ്മുടെ പ്രിയ MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് സർ, ജോയിന്റ് സെക്രട്ടറി ഗായിക ശ്രീമതി പ്രമീള മേം, 2 കേരള NCC CO ചൗധരി സാബ്, മേജർ ആനന്ദ് സാബ്, പ്രിയപ്പെട്ട നടൻ വന്നെത്താറുണ്ട് ജിബിൻ ചേട്ടൻ, കൗൺസിലർ പത്മലേഖ മേം, നമ്മുടെ കുട്ടി ഗായിക, പിന്നെ നമ്മുടെ NCCയുടെ ഉടമസ്ഥൻ, ബിൽഡിങ്ങിൻ്റെ ഉടമസ്ഥനായ നായർ സാർ, റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി, പ്രസിഡന്റ്, NCCയുടെ പ്രിയ സുഹൃത്തുക്കളായ അയൽവാസികളായ എല്ലാവർക്കും, മറ്റു കൂട്ടായ്മകളിൽ നിന്ന് വന്നെത്തിയ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സ്വർഗീയ സുഭാഷിൻ്റെ അച്ഛൻ, അമ്മ,
എൻ്റെ സപ്തയുടെ സഹപ്രവർത്തകരായ എല്ലാ സഹപ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഈ വേദിയിൽ നമ്മുടെ സ്വന്തം ഓഫീസിൻ്റെ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു യുദ്ധം ജയിച്ചു വന്ന പട്ടാളക്കാരൻ്റെ ഒരു അഭിമാനമാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും നടക്കില്ല എന്ന് പലരും പറഞ്ഞ കാര്യം നടത്തി തീർക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ ഈ സംഘടനയിലെ ഓരോ സൈനികനും അഭിമാനിക്കാം ഈ മുഹൂർത്തത്തെ ഓർത്ത്. നമുക്ക് എപ്പോഴും എന്ത് ആവശ്യത്തിനും കയറി വരാൻ ഒരിടം, അതാണ് സപ്ത. പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ഒരു സംഘടന എന്ന്. രാജ്യസേവനത്തോടൊപ്പം തൻ്റെ ശമ്പളത്തിൻ്റെ ചെറിയ ഒരു വിഹിതം നൽകി തൻ്റെ നാട്ടിൽ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ സ്വർഗീയ സുഭാഷിന്റെ അച്ഛനും അമ്മയ്ക്കും അറിയാം സ്വന്തം മകൻ ഒരു സംഘടനയിൽ അംഗത്വം എടുത്തതിൻ്റെ ഗുണം. സ്വന്തം ബന്ധുക്കളോ മറ്റാരോ മറക്കട്ടെ, സംഘടന ഒരിക്കലും നിങ്ങളെ മറക്കില്ല. അതിന് തെളിവാണ് ഈ ഒരു കാര്യം. എന്ത് ആവശ്യത്തിനും, നിയമാനുസൃതമായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും സംഘടന നിങ്ങളോടൊപ്പം ഉണ്ടാകും. ബിൽഡിങ്ങിന്റെ ആവശ്യങ്ങൾക്കായി സംഭാവനകൾ ചോദിച്ചപ്പോൾ മനസ്സറിഞ്ഞു തന്ന ഓരോ സുഹൃത്തുക്കളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ സപ്തയുടെ നന്ദി അറിയിക്കുന്നു. ഒപ്പം മെയിൻ്റനൻസ് സമയത്ത് തൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പോലും വിട്ട് സപ്തയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തിയ, പേരെടുത്ത് പറയുന്നില്ല, ഒത്തിരി അംഗങ്ങളുണ്ട്, എല്ലാവർക്കും പ്രത്യേകം നന്ദി. വീട്ടിൽ ഭാര്യമാർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ അത് ഉണ്ടായിട്ടുണ്ടാവാം, എങ്കിലും അത് സപ്തയുടെ പേരിൽ ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ ഈ സ്വപ്ന ഭവനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇനി അടുത്ത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും വന്നു ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി, നമസ്കാരം. ഒരു സംഘടന എന്ന നിലയിൽ സപ്തയുടെ പ്രവർത്തനങ്ങൾ പരീക്ഷിക്കപ്പെട്ടത് 2020 മാർച്ച് മാസം കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട സമയത്താണ്. ആവശ്യത്തിന് രക്തം കിട്ടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഓപ്പറേഷൻ വരെ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആശുപത്രി അധികൃതരുടെ അഭ്യർത്ഥന മാനിച്ച് സപ്തയുടെ 100-ലധികം അംഗങ്ങൾ രക്തദാനം ചെയ്തു. മാത്രമല്ല, ജില്ലയിൽ ഒറ്റപ്പെട്ട് കിടന്ന ഒട്ടനവധി കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകളും എത്തിച്ചു നൽകി സപ്ത മാതൃകയായി. അടുത്തതായി നമ്മുടെ ചീഫ് ഗസ്റ്റ് NCC ട്രിവാൻഡ്രം ഹെഡ്ക്വാർട്ടേഴ്സ് ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ആനന്ദ് കുമാർ സർ ഇനാഗുറൽ സ്പീച്ചിന് വേണ്ടി സാറിനെ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് MLA-യും മുഖ്യപ്രഭാഷകനായ അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർകൾ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ജയകുമാർ SK, ബഹുമാനപ്പെട്ട കൗൺസിലർ മാഡം പത്മലേഖ, കേണൽ ജയശങ്കർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സപ്തയിലെ അംഗങ്ങളെ, തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സൈനികരുടെ ചാരിറ്റി സംഘടനയായ സപ്തയിൽ മുൻ സേനകളിലെ സൈനികരെ കൂടാതെ വിവിധ അർദ്ധസൈനിക വിഭാഗങ്ങളിലെ സൈനികരും വിമുക്ത ഭടന്മാരും അംഗങ്ങളാണെന്ന് എന്നറിയാൻ കഴിഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലെ സൈനിക വിമുക്ത ഭടന്മാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം സമൂഹത്തിലെ സാമ്പത്തികവുമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെയും സഹായിക്കുന്നുവെന്നറിഞ്ഞതിലും അതിയായ സന്തോഷം. On the occasion of the inauguration of this wonderful office, I convey my best wishes to all members of SAPTA. SAPTA is a unique charitable foundation. I express all my support, personal support
to this foundation and best wishes to all the ex-servicemen. May this organization succeed always. അതുപോലെ സപ്തയുടെ എല്ലാവിധ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഒന്നുകൂടി ആശംസ അർപ്പിച്ചുകൊണ്ട് എന്നെ ഈ മഹത്കർമ്മത്തിലേക്ക് ക്ഷണിച്ചതിനുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നാം ആസ്വദിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമ്മുടെ സൈനികർ രാജ്യത്തിന്റെ അതിർത്തികളിൽ അവരുടെ ജീവൻ പണയപ്പെടുത്തി സംരക്ഷിക്കുന്നതാണ്. തന്റെ നാടും വീടും ഉപേക്ഷിച്ച് ദീർഘകാലം സൈനിക സേവനം അനുഷ്ഠിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തുന്ന സൈനികരെ സ്വീകരിച്ചാതിരിക്കേണ്ടത് നമ്മുടെ കടമ കൂടെയാണ്. 2024 വർഷം സൈനിക സേവനത്തിൽ നിന്നും വിരമിച്ച നമ്മുടെ വിമുക്തോടന്മാരെ ആദരിക്കാൻ ഈ പരിപാടി ഒരു സ്റ്റേജ് ആക്കുകയാണ്. ആദ്യമായി ശ്രീ പ്രദീപ് സർ. സർ. ട്രാഫിക്കിൽ കുടുങ്ങി. അതും പോയിട്ട് നമ്മുടെ MLA ക്ക് കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു. പുള്ളിക്ക് നേരത്തെ പോകണമായിരുന്നു. അതുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് വളരെ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങേണ്ടി വന്നു ഞങ്ങൾക്ക്. തന്റെ തനതായ ആലാപന ശൈലിയിലൂടെ ദൂരദർശനിൽ നിന്നും തുടങ്ങി ഗാനമേളകളിലും സിനിമാ ഗാനങ്ങളിലൂടെയും നമുക്ക് പരിചിതമായ ശബ്ദമാണ് ശ്രീമതി പ്രമീള മാമിൻ്റെത്. തിരുവനന്തപുരം ജില്ലയിലെ മരുതൂർ സ്വദേശിനിയായ മാഡം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് ഫിനാൻസ് വിഭാഗം ജോയിന്റ് സെക്രട്ടറി കൂടിയാണ്. നിലവിൽ പൂജപുര സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിലെ ഫിനാൻസ് ഓഫീസർ കൂടിയാണ്. നമ്മളോട് സംസാരിക്കാൻ ശ്രീ പ്രമീള മാഡത്തെ ക്ഷണിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എന്നെ ഇവിടെ ക്ഷണിച്ചതിനും ഇത്തരമൊരു മഹനീയ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിനും എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന SCRT-യിൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന മിനിയാണ് എന്നെ ഇതിലേക്ക് ക്ഷണിക്കാനൊരു നിമിത്തമായത്. മിനിയുടെ ഹസ്ബൻഡാണ് പ്രവീൺ. എന്തായാലും എനിക്കങ്ങനെ അധികം സംസാരിക്കാനൊന്നും അറിയില്ല. നിങ്ങൾ ചെയ്യുന്ന എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും അതോടൊപ്പം എൻ്റെ എന്ത് സപ്പോർട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ എന്നും ഉണ്ടാകും. എന്നെ വിളിച്ചതിന് വളരെ നന്ദി. നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയിൽ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് പങ്കെടുക്കാനെത്തിയ നമ്മുടെ വിശിഷ്ട വ്യക്തികൾക്ക് സപ്തയുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി. നമ്മുടെ ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ആനന്ദ് സാബിന് സപ്തയുടെ ഒരു എളിയ സമ്മാനം. കേരള NCC ബറ്റാലിയൻ ഓൾ റാങ്ക്സിന് വേണ്ടിയിട്ട് CO സാബിന് ഞങ്ങളുടെ സ്നേഹാദരം. തിരുവനന്തപുരം കോർപ്പറേഷൻ പാങ്ങോട് വാർഡ് കൗൺസിലർ ശ്രീമതി പത്മലേഖ മാം. ഫ്ലവേഴ്സ് TV സൂപ്പർ സിംഗർ പരിപാടിയിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതയായ നമ്മുടെ കുഞ്ഞനുജത്തി സർഗ P നായർ. നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ വാർഡ് കൗൺസിലർ പത്മലേഖ മാം. എല്ലാവർക്കും നമസ്തേ. ഈ പരിപാടിയുടെ അധ്യക്ഷൻ
ജയ്കുമാർ SK അവർ, അതുപോലെ തന്നെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന ബ്രിഗേഡിയർ കുമാർ അവർ, ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർ, പിന്നണി ഗായികയായി നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാഡം ശ്രീമതി പ്രമീള L മാഡം, അതുപോലെ തന്നെ മേജർ ആനന്ദ് സർ, നമ്മുടെ ഭാവിയിലെ പാട്ടുകാരി സർഗ P നായർ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുമക്കൾക്കും ഞങ്ങളുടെ അഭിമാനമായി എപ്പോഴും നിലകൊള്ളുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ സൈനികർക്കും ഈ വേദിയിൽ എന്നെ വിളിക്കാൻ തോന്നിയ സംഘാടകർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ഈ ഒരു അവസരത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ എത്തുന്നത് എൻ്റെ റോഡ് ടാറിൻ്റെ പണിക്കാണ് ഞാനിവിടെ എത്തുന്നത്. അപ്പോൾ റോഡിൽ കുറച്ച് മണ്ണ് കിടക്കുന്നുണ്ട്, ഒരു കാരണം ഞാൻ പറയുന്നതാണ്. പക്ഷേ ഇവിടെ പണി നടക്കുകയാണ് എന്ന് നാട്ടുകാർ പറഞ്ഞ അനുസരിച്ചിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് വരികയാണ്. വന്നപ്പോൾ ഒരിടത്തും ഇല്ലാത്ത കുറച്ച് വ്യക്തികളിൽ നിന്ന് അങ്ങനെ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഇപ്പം മാറ്റിത്തരാൻ മാഡം എന്ന് പറഞ്ഞു. പക്ഷേ ചില മറ്റുള്ള സ്ഥലത്താണെങ്കിൽ മാഡം എപ്പോഴും പണി ചെയ്യും, ഇപ്പം തുടങ്ങുമോ എന്നുള്ള ചോദ്യം വരും. അപ്പം എനിക്കൊരു സ്പെഷ്യാലിറ്റി തോന്നി, എന്തോ ഒരു പ്രത്യേകത. അപ്പോഴാണ് ഇവിടുത്തെ അധ്യക്ഷനായിട്ട് നിൽക്കുന്ന ജയകുമാർ സാർ വന്ന് പറയുകയാണ്, ഞങ്ങളിവിടെ ഒരു വീട് മേടിച്ചിട്ടുണ്ട്, സപ്ത എന്നാണ് ഞങ്ങളുടെ സൈനികരുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയായിട്ടൊരു സ്ഥാപനം തുടങ്ങിയതാണ്, സപ്ത എന്നാണ് പേര് എന്നൊക്കെ അറിയിച്ചത്. അപ്പോഴാണ് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയത്. സാധാരണ ആൾക്കാർ ആ പറയുന്നതിൻ്റെ വ്യത്യാസവും ഞങ്ങൾ ഉടൻ തന്നെ മാറ്റിത്തരാം എന്ന് പറയുന്നതിൻ്റെ വ്യത്യാസവും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ സൈനികർക്ക് ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി തുടങ്ങിയിട്ടെന്ന് അറിഞ്ഞു. അവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം, ഒരു കെട്ടിടം മേടിക്കാൻ കഴിഞ്ഞു. അത് തന്നെ വളരെ സന്തോഷം. വളരെ കഷ്ടപ്പെട്ടായിരിക്കും ഒരു കെട്ടിടം സ്വന്തമാക്കിയത്. അപ്പോൾ അതിനെത്ര ബുദ്ധിമുട്ടുണ്ട് എന്ന് ചിലപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന പകുതി പേർക്ക് അറിയായിരിക്കും, പകുതി പേർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലായിരിക്കും. കാരണം കെട്ടിടം മേടിച്ചു എന്നേ ഉള്ളൂ. അവരുടെ എത്ര ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടായിരിക്കും കെട്ടിടം അവർക്ക് സ്വന്തമായത്. നേരത്തെ തന്നെ പറഞ്ഞു, അതിനുവേണ്ടി പ്രവർത്തിച്ച മെയിൻ്റനൻസിന് തന്നെ എത്ര പേര് നിന്നു എന്നറിയാമോ അന്നത്തെ ദിവസം. ഞാൻ കണ്ട കാഴ്ചയാണ് ഞാനത് ഒന്ന് പറഞ്ഞതാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്താണ് ഒരു സപ്ത എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തുടങ്ങിയെന്ന് തോന്നുന്നു, അല്ലേ? അതെ. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ആ ബുക്ക്ലെറ്റ് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത്, കോവിഡിന്റെ സമയത്ത് തന്നെ, തുടങ്ങിയ സമയത്ത് തന്നെ ആക്റ്റീവായിട്ട് നിന്നുകൊണ്ട് ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനും ചികിത്സയ്ക്കും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് അതിൻ്റെ ആ ഫോട്ടോ കണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്, എന്നോട് പറഞ്ഞതല്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഒപ്പം നിന്ന് വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും. സൈനികരായിട്ടുള്ളവരുമുണ്ട്, അതുപോലെ തന്നെ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരും ഇപ്പോൾ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രവർത്തനം കാരണം ധാരാളം പേര് ഇത് കണ്ടുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരും. തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നല്ല കാര്യങ്ങൾ, ഇനിയിപ്പോൾ സ്കോളർഷിപ്പ് കൊടുക്കാം, എല്ലാവരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ പാവപ്പെട്ട കുട്ടികളെ നോക്കി പഠിപ്പിക്കാം, സഹായിക്കാം. ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ച വാർഡിൽ ഏതെങ്കിലും പാവപ്പെട്ടവരുണ്ടോ എന്നാണ് ഇവിടെ നിന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാളെ ഞാൻ സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്, വീട്ടിൽ കൊണ്ടുപോയി കാണിക്കാം, നേരിട്ട് തന്നെ നിങ്ങൾ സഹായം കൊടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് സംസാരിച്ചത്. കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്, ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു ലേഡിക്ക് ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇനിയും വളരെ നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോകട്ടെ എന്നും, അതുപോലെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ ഒരു സപ്തയ്ക്ക് ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പിന്നെ ഈ ഭൂമിയിൽ നിന്ന് നേടിയതെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷേ ദാനധർമ്മങ്ങളിൽ നിന്നും ലഭിക്കുന്ന പുണ്യം അവന്റെ തലമുറകളോളം നിലനിൽക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ വാക്കുകളാണ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിൽ പ്രവർത്തിക്കുന്ന ബാലമന്ദിരത്തിലേക്ക് നമ്മുടെ ഈ പരിപാടിയിൽ വെച്ച് ചെറിയൊരു ധനസഹായം നൽകുകയാണ്.
നൽകുന്നത് ശ്രീ കമാൽ സാർ. ഇതിലൊരു കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2019 സപ്ത പ്രവർത്തനം ആരംഭിച്ചത് കോട്ടൂർ അഗസ്ത്യ കുടീരത്തിലെ കുട്ടികളോടൊപ്പമാണ്. അന്ന് നമ്മുടെ DGP ജേക്കബ് തോമസ് സർ അന്ന് ഉദ്ഘാടനം നിർവഹിച്ചത്. ആ പരിപാടി നമുക്ക് നടന്നത്, നമ്മുടെ ഇനാഗുറൽ ഫംഗ്ഷൻ നടന്നത് കോട്ടൂർ അഗസ്ത്യ കുടീരത്തിൽ വെച്ചായിരുന്നു. സപ്തയിൽ മുമ്പും പറഞ്ഞു, സപ്തയിൽ 500-ലധികം അംഗങ്ങളുണ്ട്. അതിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 6 വർഷങ്ങൾക്ക് മുമ്പ് പിറന്നാൾ ആഘോഷിച്ച 82-കാരനായ ഈ പ്രായത്തിൽ വളരെ ചുറുചുറുക്കോടെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തരുന്ന നമ്മുടെ ഏറ്റവും മുതിർന്ന അംഗമായ രാജശേഖര സാറിനെ ആദരിക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരം പൂജപ്പുര സ്വദേശിയാണ്. അദ്ദേഹത്തെ ആദരിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തിയായ നമ്മുടെ ഗ്രൂപ്പ് കമാൻഡർ NCC ഹെഡ്ക്വാർട്ടേഴ്സ് ബ്രിഗേഡ് ആനന്ദ് സാബ് NCCയുടെ ആയിട്ട് 10,000 രൂപ നമ്മുടെ സപ്തയിലേക്ക് സംഭാവനയായി നൽകിയിരിക്കുകയാണ്. വളരെയധികം സപ്തയുടെ എല്ലാ അംഗങ്ങളുടെ പേരിലും വളരെയധികം നന്ദി. നമ്മുടെ ഫ്ലവേഴ്സ് TVയിലെ സൂപ്പർ സിംഗർ എന്ന സംഗീത പരിപാടിയിലൂടെ നമുക്ക് പ്രിയങ്കരിയായ തിരുവനന്തപുരം നേമം സ്വദേശിയായ സർഗ P. നായർ നമ്മളെ സർഗയെ ക്ഷണിക്കുകയാണ്. Bye.
നമുക്ക് സുപരിചിതയായ നമ്മുടെ ഗായിക പ്രമീള മാം നമുക്ക് വേണ്ടി ഗാനം ആലപിക്കും. ചം ചം ചമക് ചം ചം ഹേ തരത്തരത്താ തരത്തരാ ചം ചം ചമക് ചം 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 ചമക് ചം 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 നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം ദിൽ കരുതാ മഹിയാ ആജാ ദിൽ കരുതാ नहीं लगता उन दिल लगता हाय चम चम चमक चम चम നീ നോക്കാതെ നോക്കുന്ന നേരം ഈ പൂവാക പൂക്കുന്ന ഗന്ധം ചമക് ചം ചം നീ നോക്കാതെ നോക്കുന്ന നേരം ഈ പൂവാക പൂക്കുന്ന ഗന്ധം ആഹാ 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 दिल करदा मगिया आजा दिल करदा नहीं लगता दिल तेरे दिल नहीं लगता हाय चम चम चमक चम चम നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ ചാഞ്ചാടും ചന്തം ചം ചം ചമക് ചം 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 നീ നോക്കാതെ നോക്കുന്ന നേരം ഈ പൂവാക പൂക്കുന്ന ഗന്ധം താങ്ക് യു പ്രമീള മാം. മുമ്പും സൂചിപ്പിച്ചിരുന്നു 2019
സെപ്റ്റംബർ 7-ാം തീയതിയാണ് സപ്ത എന്ന സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്, നമ്മൾ ഇത്രയും ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നു. നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു നമ്മുടെ സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടം, അതും നമ്മുടെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ, അതും പട്ടാളക്കാരോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം, പാങ്ങോട് ആർമി ക്യാൻറ്റിൽ. അപ്പോൾ ഇത്രയും നമ്മൾ ഉയരങ്ങളിൽ നിൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു നോവായി നമ്മുടെ 161ാമത് അംഗമായിരുന്ന തിരുവനന്തപുരം പള്ളിച്ചൽ സ്വദേശി നമ്മുടെ സുഭാഷ്, അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് 2020 നവംബർ 23-ാം തീയതി നമ്മോട് വിട പറഞ്ഞു. നമുക്ക് വളരെ വളരെ എന്താ പറയുക, വലിയ ഈ അവസരത്തിലും നമ്മൾ ഓർമ്മിക്കുകയാണെന്നും നമ്മുടെ ഉള്ളിലൊരു നോവായിട്ട് എല്ലാ കാര്യത്തിലും നമ്മോട് ഉണ്ടായിരുന്ന നമ്മുടെ അംഗമായ സുഭാഷിനെ, അദ്ദേഹത്തിൻ്റെ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മയെ ഈ വേദിയിൽ വീരനാരിയായ അമ്മയെ നമ്മൾ ആദരിക്കുകയാണ്. ചെയർമാൻ സുരേഷ് സാർ, പ്രമീള മാം. സർപ്രൈസ് തീരുമാനമായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സപ്ത തുടങ്ങിയപ്പോൾ നമുക്ക് ഒരു മെയിൻ തൂണായിട്ട് നിന്ന് നമ്മുടെ പഴയ പ്രസിഡന്റ് പ്രവീണും ഇന്നത്തെ പുതിയ പ്രസിഡന്റ് ജയകുമാറും, ഇവർ രണ്ടുപേരുടെയും ഒരു ഉറപ്പായ തീരുമാനം കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയത്. നമുക്ക് ഇത്രയും നല്ലൊരു ബിൽഡിങ് ഇന്നിവിടെ പടുത്തുയർത്താൻ കഴിഞ്ഞതും ഈ രണ്ട് ഫില്ലറിന്റെ ഒരു കഴിവാണ്. ആ ഒരു കഴിവ് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് സപ്ത രണ്ടുപേർക്കും പൊന്നാട അണിയിക്കാൻ തീരുമാനിക്കുകയാണ്. സജീവ്, രാജേന്ദ്ര ബാ. അസാം റൈഫിൾസ് സൈനികരുടെ ഒരു കൂട്ടായ്മയായ കർമ്മയിൽ നിന്ന് സാർ എത്തിയിട്ടുണ്ട്. നമ്മളോട് 2 വാക്ക് സംസാരിക്കും. ഈ പരിപാടിയുടെ അധ്യക്ഷൻ, സപ്തയുടെ പ്രസിഡന്റ് ശ്രീ ജയകുമാർ SK, ഈ സംഭൂജ്യമായ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ ആനന്ദകുമാർ സാർ, ബ്രിഗേഡിയർ, ഗ്രൂപ്പ് കമാൻഡർ, NCC ഹെഡ്ക്വാർട്ടർ തിരുവനന്തപുരം, ഈ പരിപാടി മുഖ്യപ്രഭാഷണം നടത്തിയ ഇവിടുത്തെ MLA അഡ്വക്കേറ്റ് VK പ്രശാന്ത് അവർകൾ, നമ്മളെ ശബ്ദ മാധുര്യം കൊണ്ട് എല്ലാവരെയും പുളകം കൊള്ളിച്ച ശ്രീമതി പ്രമീള L, സുപ്രസിദ്ധ പിന്നണി ഗായിക, അതുപോലെ തന്നെ ശബ്ദമാധുര്യം കൊണ്ട് നമ്മളെ മനസ്സിനെ കവർന്നെടുത്ത കുഞ്ഞുമകൾ, ഇന്ന് ഇവിടെ ഈ നടക്കുന്ന പരിപാടി സർവീസ് ആൻഡ് എക്സ് സർവീസിൽ ഉള്ളവരും സർവീസിൽ നിന്ന് വിരമിച്ചവരുമായ ആൾക്കാരുടെ ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മ ഇത്രയും നല്ല രീതിയിൽ, കാരണം ഞാൻ കേരള ആസാം റൈഫിൾ മലയാളി അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന കേരളത്തിലുള്ള ഒരു സംഘടനയുടെ പ്രസിഡൻ്റാണ്. അപ്പം ഇത്രയും നല്ല രീതിയിൽ, ഇതേ രീതിയിൽ ഈ ഒരു ഭവനം വാങ്ങിച്ചെടുക്കുവാനും അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാനും
ഇത്രയും 500ഓളം മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇനിയും ഇത് 500, 1000, 5000, 5 ലക്ഷം അതിനു മുകളിലും വരാൻ സാധ്യതയുണ്ട് ഇന്നല്ലെങ്കിൽ നാളുകളിൽ. അപ്പോൾ ഇത്രയും ഒരു സംഘടനയെ അതിനെ നല്ല ഒരു ചട്ടക്കൂട്ടിൽ കൊണ്ടെത്തിക്കുവാനും ഇതേ രീതിയിൽ, അതുമാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, അശരണർക്ക് സഹായങ്ങൾ. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഈ പട്ടാളക്കാരെന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് ഈ പട്ടിണി ഉള്ള ഒരു കാലമുണ്ടായിരുന്നു. ആ പട്ടിണിയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് പട്ടാളത്തിൽ കയറിയിരുന്നത്. അതേ രീതിയിൽ മുന്നോട്ട് നയിക്കാൻ ഈ രാജ്യത്തിനെ സേവിക്കുന്നതിനും രക്ഷിക്കുന്നതിനും തയ്യാറായി മുന്നോട്ട് വരുന്ന ഓരോ മനസ്സിൻ്റെ ഉടമയുമാണ് പട്ടാളക്കാർ എന്ന് പറയുന്നത്. അതുപോണക്ക് ഇപ്പോൾ ഇവിടെ സർവീസിലുള്ളവർ, അതുപോണക്ക് വിരമിച്ചവർ, എനിക്കൊരു ഒറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് ഈ രാജ്യത്തിനെ സൂക്ഷിക്കുകയും ഈ രാജ്യത്തുള്ള എല്ലാവർക്കും സമാധാനമായിട്ട് ഉറങ്ങാനുള്ള സാഹചര്യവും ഉണ്ടാക്കുന്നത് ഈ നാട്ടിലെ ഈ രാജ്യത്തെ ഓരോ സൈനികരുമാണ്. അവർ അവരുടെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങളിൽ മൊത്തവും ഈ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അവർ ആ നല്ല കാലങ്ങളെല്ലാം വിസ്മരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവരുടെ മക്കൾ, അത് ഇന്ന് രാജ്യത്തിൻ്റെ പരമോന്നത അധികാരങ്ങളുള്ള IAS, അതുപോണക്കുള്ള എല്ലാ സർവീസുകളിലും ഉള്ളവരായിരിക്കും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ഈ സർവീസ് ചെയ്ത് വിരമിച്ചു വരുന്ന അഗതി മന്ദിരത്തിലോ മറ്റൊരു സ്ഥലത്തോ കൊണ്ട് നിങ്ങൾ പാർപ്പിക്കരുത്. നിങ്ങളെ ഈ രാജ്യത്തിനെ എങ്ങനെ കാത്തു സൂക്ഷിച്ചോ അതുപോണക്ക് അവരുടെ മക്കളെയും കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് അവർ കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഒരു 4-5 കേസുകൾ ഇതുപോണക്ക് വരുന്നുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ഈ രാജ്യത്തിനും അവരുടെ കുടുംബത്തിനും വേണ്ടി അവർ കഷ്ടപ്പെട്ടിട്ട് മക്കളെല്ലാം വളർന്ന് നല്ല നിലയിലെത്തി കഴിയുമ്പോൾ ആ അച്ഛനെയും അമ്മയും സങ്കേതത്തിലും ക്ഷേത്രങ്ങളിലും പള്ളി കമ്മോണ്ടിലും കൊണ്ട് കളഞ്ഞിട്ട് അവർ അവിടുന്ന് സ്ഥലം വിടുകയാണ്. അങ്ങനെ ഒരവസ്ഥ നമ്മുടെ ഈ മക്കളിൽ നിന്നുണ്ടാകരുത്. അതുപോലെ ഈ സംഘടനയും അങ്ങനെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു അംഗത്തിന് ആ ഒരു സംഭവം ഉണ്ടായെങ്കിൽ ഈ സംഘടന അത് ഏറ്റെടുത്ത് അവരെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ, നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം 100% പെർഫെക്റ്റ് ആണ്, അംഗീകരിക്കപ്പെടുന്നു. അതുപോണക്ക് തന്നെ ഈ ഒരു കാര്യവും കൂടെ ഈ സംഘടനയുടെ പ്രസിഡന്റ്, മെമ്പേഴ്സ്, ഓരോ അംഗവും അതും കൂടെ ഏറ്റെടുക്കണം. കാരണം ഇത്രയും വർഷം ഈ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്ത് അവരുടെ കുടുംബത്തിനെ കാത്തു സൂക്ഷിച്ചിട്ട് അവസാന നാളുകളിൽ ആ മക്കൾ ആ അച്ഛനെയും അമ്മയും ഇതുപോണക്കുള്ള അനാഥാലയവും അതുപോണക്കുള്ള സ്ഥാപനങ്ങളും കൊണ്ട് എത്തിപ്പിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനയും, കാരണം പിന്നെ അവരുടെ മനസ്സിൽ ഇനി അവർ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നുള്ളതാണ്. ആ ഒരവസ്ഥ നമ്മുടെ സംഘടനയിൽപ്പെട്ടവരും അങ്ങനെയുള്ളവരും ഉണ്ടെങ്കിൽ ഈ സംഘടന അതിനെ ഏറ്റെടുക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ പറയുന്ന ഇന്ന് ഞാൻ നാളെ നീ, ഇതെല്ലാവർക്കും ഉണ്ടാകാൻ പറ്റുന്ന ഒരു ചേതോവികാരമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിന് നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് വിനയപൂർവ്വം വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് ഇത്രയും മഹനീയമായ ഒരു ചടങ്ങും സ്വന്തമായി ഒരു സ്ഥലവും കെട്ടിടവും അതിനു വേണ്ട എല്ലാ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും ചെയ്ത് ഇന്നത്തെ ഈ ഒരു ദിവസം സമ്പൂഷ്ടമാക്കുവാൻ ഇതിൻ്റെ ഓരോ മെമ്പേഴ്സിനും കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, അവരെ വിനയപൂർവ്വം ആദരപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ന്
ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഏറ്റവും അനുയോജ്യമായ സംപൂജ്യമായ ഏറ്റവും അതിന് ഉത്തമനായ ഒരാൾ തന്നെ ആയതിൽ അതിൽ കൂടുതൽ ഞാൻ സന്തോഷിക്കുന്നു, അംഗീകരിക്കുന്നു. അദ്ദേഹത്തിനെയും ഈ നിമിഷത്തിൽ കർമ്മയുടെ പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഈ ഒരു പട്ടാളക്കാരൻ്റെ വേദന എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാറിനെ പോലുള്ള ഓരോ സൈനിക മേലധികാരികൾക്കുമാണ്. ഇനിയും ഇതുപോലെ തന്നെ ഈ സംഘടനയ്ക്ക് മുന്നോട്ട് കരുത്തേകുന്നതിന് സർ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും വരുന്ന സാർമാർക്ക് ഈ സംഘടനയെപ്പറ്റിയും ഇതിൻ്റെ ഭാവി കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കി എന്നും ഇവർക്കൊരു തണലേകാൻ ഒരു ഗൈഡൻസ് കൊടുത്ത് നിർത്താൻ സാറ് 100% ശ്രമിക്കും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് 1000 അഭിനന്ദനങ്ങൾ വീണ്ടും അർപ്പിക്കുകയാണ്. അതുപോലെ ഇനിയും ഈ സംഘടനയിൽ കൂടുതൽ ആൾക്കാരെ എത്തിക്കുന്നതിനും ഈ സംഘടന ഇന്നിപ്പം തിരുവനന്തപുരം ജില്ലയാണെങ്കിൽ കേരളത്തിൻ്റെ 14 ജില്ലകളിലും ഇന്ത്യ മഹാരാജ്യത്തും ഈ സംഘടനയുടെ പേര് എന്നും ഉറച്ച ശബ്ദത്തിൽ ഉണർന്നിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്കറിയാം 2 കേരള ബറ്റാലിയൻ NCCയുടെ ഓഫീസുണ്ട്. അപ്പോൾ നമ്മുടെ അയൽവാസിയും അതിൻ്റെ ഓണറുമാണ് നമ്മുടെ റിട്ടയർഡ് കേണൽ NBS നായർ സർ. അദ്ദേഹത്തെ ഈ അവസരത്തിൽ നമ്മൾ പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. പരിപാടികളെല്ലാം ഔദ്യോഗികമായി ഏകദേശം കഴിയാറായി. നമ്മളെ ഒരു അംഗത്തിൻ്റെ ഇനിഷ്യേറ്റീവായിട്ട് ഞങ്ങളൊരു വെഹിക്കിൾ സ്റ്റിക്കർ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അത് ആദ്യത്തെ സ്റ്റിക്കർ ഏറ്റുവായാണ് നമ്മുടെ അംഗം മണിക്കുട്ട സാർ. നമ്മുടെ സിഒ സാർ നിന്ന് കൊടുക്കണം. നമ്മുടെ ചെയർമാൻ സുരേഷ് കുമാർ സാറിനെ ക്ഷണിക്കുകയാണ്. സോ ഇത്രയും ഭംഗിയായി നമ്മൾ ഈ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ അതിൽ എന്നെ ചുമതലപ്പെടുത്തിയ കർത്തവ്യം എന്ന് പറഞ്ഞത് നന്ദി രേഖപ്പെടുത്തുക എന്നതാണ്. സോ ഇവിടെ അധ്യക്ഷൻ വഹിച്ച നമ്മുടെ പ്രിയങ്കരനായ സപ്തയുടെ നെടുന്തൂണായ ജയകുമാറിനെ എല്ലാ വിധത്തിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ച ബ്രിഗേഡിയർ ആനന്ദ് കുമാർ സാറ്, ഗ്രൂപ്പ് കമാൻഡർ NCC HQ ട്രിവാൻഡ്രം സാറിനെയും എല്ലാ രീതിയിലും നന്ദി രേഖപ്പെടുത്തുന്നു. അഡ്വക്കേറ്റ് B പ്രശാന്ത് സാറ് ഇപ്പം നമ്മുടെ ഇവിടെ ഇല്ല, പുള്ളിയെയും നമ്മൾ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമതി പ്രമീള L എല്ലാ വിധത്തിലും സപ്തയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മേജർ ആനന്ദ് സർ 2 കേരള NCC ബറ്റാലിയൻ സാറിനെയും സപ്തയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ CO സാബ് 2 കേരള ബറ്റാലിയൻ സാറിനെയും നമ്മൾ സപ്തയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ നമ്മുടെ മിസ് സർഗ P നായർ സപ്തയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. മിസ് പത്മ ലേഖയെയും സപ്തയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സോ ഇത്രയും നേരം നമ്മളുടെ കൂടെ ഇവിടെ സമയം ചെലവഴിച്ച സപ്തയുടെ എല്ലാ ടീമുകൾക്കും, സപ്തയുടെ കുടുംബാംഗങ്ങൾക്കും, അതുപോലെ നമ്മുടെ ചുറ്റിനുമുള്ള എല്ലാ നമ്മുടെ സുഹൃത്തുക്കൾക്കും, നമ്മളെ കൂടെ സപ്തയുടെ ഈ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മളോട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എല്ലാവർക്കും, പിന്നെ നമ്മുടെ ഇവിടുത്തെ വാർഡ് കൗൺസിലായാലും പല രീതിയിലും സപ്ത ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട്. സോ സഹകരിച്ച എല്ലാവർക്കും സപ്തയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. സന്തോഷം. നമസ്കാരം. ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗ വിന്ധ്യ ഹിമാചല യമുനാ ഗംഗ
चञ्चल जलधितरङ्गा तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे।